വിവാദങ്ങൾക്കിടെ CPM ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. വിഭാഗീയതയുടെ പേരിൽ ഏരിയ കമ്മിറ്റി അടക്കം പിരിച്ചുവിട്ട കൊല്ലം ജില്ലയിലാണ് ആദ്യത്തെ സമ്മേളനം. പ്രതിനിധി സമ്മേളനം MA ബേബി പോളിറ്റ് ബ്യൂറോ അംഗം ഉദ്ഘാടനം ചെയ്യും. ശ്രീജിത്ത് കൊല്ലത്തുനിന്ന് ചേരുന്നു. കൊട്ടിയത്താണ് ഇന്ന് ജില്ലാ സമ്മേളനം അരങ്ങേറുക. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഈ കരുനാഗപ്പള്ളി സംഭവം ഈ നേതാക്കന്മാരുടെ ഒക്കെ മനസ്സിലുണ്ടാകും, ബേബി സഖാവിൻ്റെ ഉൾപ്പെടെ. പറയൂ. ഗുഡ് മോർണിംഗ്. കൊല്ലം ജില്ലാ സമ്മേളനം നടക്കുന്നത് ഈ മയ്യനാട് ധവളക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ പാർട്ടിയുടെ ദേശാഭിമാനി അടക്കമുള്ള ഒരു കോംപ്ലക്സ് ഉണ്ട്. അവിടെ NS പഠന കേന്ദ്രമുണ്ട്. അവിടെ വെച്ചാണ് ഈ ജില്ലാ സമ്മേളനം നടക്കുന്നത്. ഇവിടെ SK സൂചിപ്പിച്ച പോലെ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ഏറ്റവും ഗുരുതരമായ ഒരു സംഘടനാ പ്രശ്നം CPM-ൽ ഉടലെടുത്തത്. കരുനാഗപ്പള്ളി ഏരിയയ്ക്ക് കീഴിലുള്ള 7 ലോക്കൽ സമ്മേളനങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായി, നിർത്തിവെച്ചു. പരസ്യ പ്രകടനങ്ങൾ നടന്നു, പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു, നേതാക്കന്മാർക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉയർന്നു. ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കരുനാഗപ്പള്ളി ഏരിയയിൽ നിന്നുള്ള മുഴുവൻ പ്രതിനിധികളെയും ഈ ജില്ലാ സമ്മേളനത്തിന് വിലക്കിയിരിക്കുകയാണ്. കാരണം കരുനാഗപ്പള്ളി ഏരിയയിൽ നിന്നുള്ള പ്രതിനിധികൾ ആരും പങ്കെടുക്കുന്നില്ല. ഇതൊഴിച്ചുള്ള 450 പ്രതിനിധികളാണ് ഇന്ന് ഈ കൊട്ടിയത്ത് ധവളക്കുടിയിൽ ആരംഭിക്കുന്ന CPM-ന്റെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയാണ് ഈ ജില്ലാ സമ്മേളനത്തിലെ ഉദ്ഘാടകൻ. CPM സംസ്ഥാന സെക്രട്ടറിയും PB അംഗവുമായ MV ഗോവിന്ദൻ അടക്കമുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ഒരു നേതൃനിര തന്നെ ഈ സമ്മേളനത്തിന്റെ മേൽക്കമ്മിറ്റി പ്രതിനിധികളായി, നിരീക്ഷകരായി പങ്കെടുക്കുന്നുണ്ട്. SK സൂചിപ്പിച്ച പോലെ കരുനാഗപ്പള്ളിയിലെയും സമീപ പ്രദേശങ്ങളിലെയും സംഘടനാ പ്രശ്നങ്ങൾ ഈ ജില്ലാ സമ്മേളനത്തിൽ ചർച്ചാ വിഷയമാകും. ഈ പാർട്ടി സംസ്ഥാന സമ്മേളനം പാർട്ടി കോൺഗ്രസും കഴിഞ്ഞ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും അതിന്റെ അലയൊലികൾ ഇവിടുത്തെ ചർച്ചയിലും വിമർശനങ്ങളിലുമൊക്കെ തന്നെ ഉയരുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം സംസ്ഥാന നേതാക്കൾ തന്നെ 2 ചേരികളായി തിരിഞ്ഞു നിൽക്കുന്ന കാര്യമാണ് കരുനാഗപ്പള്ളിയിൽ കണ്ടത്. അതാണ് അവിടുത്തെ പ്രശ്നങ്ങൾക്ക് കാരണമായത്. അതുകൊണ്ട് തന്നെ ഈ കൊല്ലം ജില്ലാ സമ്മേളനത്തിലും അതിന്റെ അലയൊലികൾ ഉയരും. എന്തായാലും രാവിലെ 10 മണിക്ക് ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. അതിനുശേഷമാണ് ജില്ലാ സെക്രട്ടറി S സുദേവൻ രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി ഈ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച ആരംഭിക്കും. നാളെയും ചർച്ച തുടരും. മറ്റന്നാളാണ് പുതിയ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത്. ജില്ലാ സെക്രട്ടറി പദവിയിൽ 2 ടേം പിന്നിട്ട S സുദേവൻ സ്വാഭാവികമായി മാറേണ്ട കാര്യമില്ല. എന്നാൽ കൊല്ലത്തെ സംഘടനാ പ്രശ്നങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യം വരുമോ എന്ന തരത്തിൽ അഭ്യൂഹങ്ങളുമുണ്ട്. എന്നാൽ സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തിനൊപ്പമാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. SK.